ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അബൌട്ട് ഫിലിം. ഈ ചാനൽ ഞാൻ ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ തുടരുവിൻ്റെ റിവ്യൂ ആണെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് ഇത്ര വൈകിയെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ ചിത്രം ഞാൻ ഫസ്റ്റ് ഡേ പോയി കണ്ടിട്ട് എൻ്റെ തൊണ്ട മൊത്തം പോയി. കാരണം അങ്ങനെ ആർത്ത അലറി വിളിച്ച ഞാൻ ഈ സിനിമ ഉണ്ട്. അതിൽ ചില മൊമെൻറ്റ്സ് ദൈവമേ എങ്ങനെയാണ് നിങ്ങളോട് പറയുക. എനിക്ക് അത്ര കണ്ടിട്ട് ഞാൻ ഹാപ്പിയായി. കാരണം അത്രയും ഹാപ്പിയായി. കുറേ കാലത്തിന് ശേഷമാണ് ലാലേട്ടൻ്റെ ഇങ്ങനെ ഒരു സിനിമ. അത് നമ്മളെ നാട്ടുകാരനായിട്ട്, അത് വെറും നാട്ടുംപുറം, നമ്മുടെ സ്വന്തം നാട്ടിലുള്ളൊരു സാധാരണക്കാരനായ ഒരാളായി മാറി അങ്ങനെ കണ്ടിട്ട് എത്ര കാലമായി. ഈ വർഷം പുള്ളിയുടെ എമ്പുരാൻ ഇറങ്ങി. പക്ഷെ എമ്പുരാനിൽ പോലും കിട്ടാത്ത ഒരു അഡ്രിനാലിൻ റഷ് അതെനിക്ക് ഈ ചിത്രത്തിൽ കിട്ടി. അദ്ദേഹം അത്ര ഹൈയിലാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. പെർഫോമർ ലാലേട്ടൻ, അത് ഞാൻ ഈ സിനിമയിൽ കണ്ടു. എൻ്റെ പൊന്നു മോനെ, തിയേറ്റർ മിസ് ചെയ്യരുത്. അത്ര കണ്ട് സൂപ്പർ ഫിലിമാണ്. തരുൺമൂർത്തി ലാലേട്ടനെ വെച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഫാൻ ബോയ് പടം. ഇതാണ് ഫാൻ ബോയ് പടം. ഇങ്ങനെ ആവണം. കാരണം അദ്ദേഹത്തിൻ്റെ മാസ് വേർഷൻ മാത്രമല്ല നമുക്ക് കാണേണ്ടത്. അദ്ദേഹത്തിനൊരു പെർഫോമർ ഉണ്ട്. നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച്, നമ്മൾ ഒരുപാട് കരയിച്ച്, നമുക്ക് ഒരുപാട് സന്തോഷമുള്ള മൊമെൻറ്റ്സ് തന്ന ഒരു സൂപ്പർ നടൻ. ആ മുതലിനെ കുറേ കാലമായിട്ട് മിസ്സിങ് ആയിരുന്നു കേട്ടോ. അത് ഈ പടത്തിൽ ഞാൻ നേരിട്ട് കണ്ടു കുറേ കാലത്തിന് ശേഷം. ഇനി എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ സിനിമയിൽ ലാലേട്ടൻ എന്നുള്ള മെയിൻ ഫാക്ടർ അവിടെ നിന്നാലും ഇതിൽ മറ്റും കുറച്ച് പേരുണ്ട്. അവരെ കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല. കാരണം ഒന്നാമത്തെ ആള് തരുൺമൂർത്തി. പുള്ളിക്കാരൻ ഈ സിനിമ എങ്ങനെ ഡയറക്റ്റ് ചെയ്യണമെന്ന്, എങ്ങനെയാണ് പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത് ഒരു പിടിയില്ല. പക്ഷെ അങ്ങനെ ഇത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എങ്ങനെ ഈ സിനിമ കണക്റ്റ് ആവും എന്നുള്ളത് നല്ല കണ്ണിങ് ആയിരുന്നു. ഇതിന് മുമ്പ് ഇറങ്ങിയ ചിത്രങ്ങളുമായിട്ടോ ഇതിന് ശേഷം വന്ന ചിത്രങ്ങളുമായിട്ടോ ഒരിക്കലും അദ്ദേഹത്തെ ഈ സിനിമയെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കാരണം ഇതൊരു വെറൈറ്റി സ്റ്റൈൽ ഓഫ് അപ്രോച്ചാണ് പുള്ളി പിടിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് 3 ഡയറക്ടർമാർ ഓർമ്മ വരും. ഒന്ന് ജീത്തു ജോസഫ്, പിന്നൊന്ന് ബ്ലസ്സി സാർ, പിന്നൊരാൾ നമ്മുടെ ജോഷി സാർ. ഇവരുടെയൊക്കെ ഒരു മേക്കിംഗ് സ്റ്റൈൽ ഈ സിനിമയിൽ നമുക്ക് ചെറുതായിട്ട് കാണാം. പക്ഷേ അതൊന്നും അങ്ങോട്ട് വിസിബിളായിട്ട് കാണുന്നില്ല. കാരണം ഇദ്ദേഹത്തിൻ്റെതായ ഒരു ഒറിജിനൽ ടച്ച് ഈ സിനിമയിൽ വേറെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇതിൽ അഭിനയിച്ചവർ ബാക്കിയുള്ളവരെ പറ്റി നമുക്ക് സംസാരിക്കാം. ഈ സിനിമയിൽ മറ്റ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ശോഭന മാം, പ്രകാശ് വർമ്മ സാർ, മണിയൻ പിള്ള രാജു, ഇർഷാദ്, തോമസ് മാത്യു, ഫർഹാൻ ഫാസിൽ എന്നിവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളെ പിന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ തന്നെ പ്രകാശ് വർമ്മ സാർ, നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, വോഡഫോണിൻ്റെ പണ്ട് മറ്റേ ബൊമ്മക്കുട്ടികളെ വെച്ചൊരു ആഡ് ഉണ്ടായിരുന്നു, സൂസു എന്നൊക്കെയാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. അതെടുത്ത ആളാണ്. പുള്ളിക്കാരൻ്റെ ഫസ്റ്റ് ഫിലിമാണ് ഇതെന്നാണ് പറയണത്. മച്ചാനെ കുറിച്ച് എന്താ ഞാൻ പറയുക. പുള്ളിക്കാരൻ ഒരു കളി കളിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. കളി എന്ന് പറഞ്ഞ ഒരു കണ്ണിച്ചോറില്ലാത്ത കളിയാണ് കേട്ടോ. അങ്ങേരെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ പൊന്നു മോനെ, ആദ്യത്തെ പടമാണ് പറഞ്ഞാൽ എങ്ങനെ ഇത് വിശ്വസിക്കുക. അമ്മാതിരി പെർഫോമൻസ്. പഴയ നമ്മളെ എന്നെ ഫർഗീസിനൊക്കെ അങ്ങനെ തന്നെ കാണില്ല, ഒരു ടെറർ ഐറ്റം, അങ്ങനത്തെ ഒരു വില്ലൻ. എന്താണ് ഇത്ര കാലമായിട്ട് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാഞ്ഞെന്ന് എനിക്കൊരു പിടിയില്ല. ചാൻസ് കിട്ടാത്തതാണോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഇതിന് ഇറങ്ങാഞ്ഞതാണോ എന്നൊരു പിടിയില്ല. പക്ഷെ തരുൺമൂർത്തി കൊണ്ടുവന്ന മുതലെന്തായാലും വേറെ ലെവലാ. ഇങ്ങേര് ഇനിയും തുടരണം. കാരണം ഇങ്ങേരും ഇനിയും തുടരണം. എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇനിയും മലയാള സിനിമയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ട്. കാരണം നമുക്ക് മോന്ത അടിച്ചു പൊട്ടിക്കാൻ തോന്നും, അമ്മാതിരി ക്യാരക്ടർ. അങ്ങനെ പറയണമെന്ന് നിങ്ങളൊന്നും വിചാരിക്കരുത്. കാരണം അത്ര അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. എന്താണോ കഥാപാത്രം അത് അതിൻ്റെ പൂർണ്ണതയിൽ പുള്ളിക്കാരൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതേപോലെ നമുക്ക് ദേഷ്യവും വെറുപ്പും തോന്നുന്ന മറ്റൊരു ക്യാരക്ടറാണ് ബിനു പപ്പു. പുള്ളിക്കാരന് ഇതന്നെ അവസ്ഥ. എൻ്റെ അമ്മ, എന്ത് പെർഫോമൻസ് എന്നാ പറയുക. കിടിലൻ പെർഫോമൻസ്. അടിച്ചു കൊല്ലാൻ തോന്നും, അമ്മാതിരി സാധനം. ചില നോട്ടവും ചില സീനിലുള്ളൊരു ഡയലോഗൊക്കെ കൊണ്ടിട്ടാണ് അങ്ങനെ മോന്തേന്ന് കൈയെടുക്കാന്നില്ല, അമ്മാതിരി സാധനമാണ്. പെർഫോമൻസ് കൊണ്ട് പുള്ളിയും കിള്ളിയാണ്. പിന്നെ ഒരാളെന്ന് പറഞ്ഞാൽ നമ്മളെ ശോഭന മാം. വളരെ കാലത്തിന് ശേഷം ലാലേട്ടൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ സീൻസൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായി എൻജോയ് ചെയ്തിട്ട് അവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സീൻസ്. നമ്മളെ പഴയ നാടോടിക്കാറ്റിലൊക്കെ കണ്ട പോലത്തെ ഒരു അടിപൊളി കോംബോ. പക്ഷെ ചില സീനിലൊക്കെ മാഡത്തിൻ്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, ചില നോട്ടമുണ്ട്, അതൊക്കെയാണ് നമുക്ക് കൊണ്ട് വല്ലാതെ എടുത്ത് കാണിക്കും. പിന്നെ ഇർഷാദ്, മണിയൻപിള്ള രാജു, മാത്യു തോമസ്, പിന്നെ ഫർഹാൻ ഫാസിൽ, അങ്ങനെ കുറേ പേരുണ്ട് സിനിമയിൽ. ചെറിയ സീനിൽ നമ്മൾ അർജുനാശോകം വരുന്നുണ്ട്. പിന്നെ നമ്മളെ അമൽ ഡേവിസ്, പ്രേമലൂലുള്ള അങ്ങനെയൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. പുള്ളി വന്നിട്ട് കുറച്ച് സീൻസ് ഉണ്ട് കേട്ടോ, നല്ല രസമാണ്. പിന്നെ കുറേ തമിഴ് ആക്ടേഴ്സ് ഉണ്ട്. അവരൊന്നും പേര് ഞാൻ പറയുന്നില്ല. അവരൊക്കെ ഒരു രസമുണ്ട്. അവരൊക്കെ നല്ലൊരു മൊമെൻറ്റ്സ് തന്നിട്ട് നമുക്ക് പോകുന്നുണ്ട്. ലൈക്ക് ഭാരതി രാജ. പിന്നെ ഒരു ഫോട്ടോ റെഫറൻസ് ഉണ്ട്, അത് വേറെ ലെവലായിട്ടുണ്ട്. അത് നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണണം. അത് നല്ല രസമുണ്ട്. അതിനൊരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് നല്ല അടിപൊളിയായിട്ട് കണക്റ്റ് ആയി. പിന്നെ സ്റ്റോറിയെ പറ്റി പറയുകയാണെങ്കിൽ, KR സുനിൽ 8 വർഷത്തോളം ഇതിൽ വർക്ക് ചെയ്യുന്നതെന്നാണ് കേട്ടെ. പക്ഷേ
ഈ സാധനത്തിൻ്റെ സ്റ്റോറി ഇപ്പോഴും നമുക്ക് കണക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ സ്റ്റോറിയുടെ ഡെപ്ത് എത്ര ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കൂടെ തരുൺമൂർത്തിയുടെ വക കുറച്ച് മേക്കിങ്ങും വേറെ ലെവൽ കുറേ ഐറ്റംസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ കുറേ റെഫറൻസുകളുണ്ട്, നമുക്ക് ചിരി വരും. കുറേ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ലാലേട്ടനെ തന്നെ പിടിച്ച് നോക്കുന്ന കുറേ ഐറ്റംസ് ഉണ്ട് ഈ സിനിമയിൽ. നല്ല രസമുണ്ട് അതൊക്കെ. പിന്നെ മ്യൂസിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ജേക്സ് ബിജോയ്ക്ക് ശേഷം ഇതിൽ വേറൊരാളെ ചെയ്യാൻ ഇനി നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പരിപാടി അണ്ണൻ ഇതിലെടുത്ത് വെച്ചിട്ടുണ്ട്. സോറി, ജേക്സ് ബിജോയ് അല്ലാതെ ഇതിൽ വേറെ ആരും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഇപ്പോഴും വിട്ടിട്ടില്ല കേട്ടോ, അതാണ് ഇടയിൽ തെറ്റ് വരുന്നത്. സോറി. കാരണം പുള്ളിക്കാരനല്ലാതെ ഇനി ഒരാളെ നമ്മളെങ്ങനെ ചിന്തിക്കുക, അത്ര കണ്ട് ടോപ്പായിട്ടാണ് ഇത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജേക്സ് ബിജോയ് ബ്രോ, നിങ്ങൾ വേറെ ലെവലാണ്. പിന്നെ ഇതിൻ്റെ എഡിറ്റർ നിഷാന്ത് യൂസഫ് ആയിരുന്നു ശരിക്കും, പക്ഷെ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് അത് ചെയ്തിരിക്കുന്നത് ഷെഫീഖ് VB പറഞ്ഞ ഒരാളാണ്. ഈ സിനിമയുടെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു എന്നാണ് ഇൻ്റർവ്യൂവിൽ തരുൺമൂർത്തി പറഞ്ഞത്. ജേക്സ് ബിജോയുടെ മരണത്തിന് ശേഷം അദ്ദേഹമാണ് പിന്നെ ഈ സിനിമ എഡിറ്റ് ചെയ്തതെന്ന്. ക്യാമറ ഷാജി കുമാർ, നമ്മളെ പുലിമുരുകൻ്റെ ഒക്കെ നൈറ്റ് ഷോട്ട്സൊക്കെ വേറെ ലെവലാട്ടോ. മൊത്തത്തിൽ ഈ സിനിമ ഇപ്പോൾ ഒരുവിധം എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും ഈ സിനിമ കാണണം. കാരണം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യുമെന്ന് നമ്മൾ ഒരുപാട് ചിന്തിച്ചിട്ടുണ്ടാവില്ലേ. അതാണിത്. ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന് പ്രശ്നം വന്ന സാധാരണക്കാരൻ അവൻ തന്നെ ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു മെസ്സേജാണ് ഈ സിനിമയുടെ. ഇവിടെ നിയമവും ലോ എല്ലാം നമുക്ക് സപ്പോർട്ടാണോ എതിരാണോ എന്നുള്ള പോലും നമ്മൾ ചിന്തിച്ചു പോകും ചില മൊമെൻറ്റ്സ് വരുമ്പോൾ. ഇത് സിനിമയായിട്ടാകുമ്പോൾ കുറച്ച് സിനിമാറ്റിക് ലിബർട്ടീസ് എടുത്തിട്ടുണ്ട്, എന്നാൽ പോലും ശരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒന്നും ആവരുത് ഒരാൾക്കും നമുക്ക് തോന്നിപ്പോകും. അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ്. വളരെ മികച്ചൊരു സിനിമ. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കൂടെ ഈ ചാനലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് ചാനലാണ്. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാൻ ഇനി ഇതുപോലുള്ള സിനിമകളെ പറ്റി എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യും. താങ്ക്സ്.